ഹബക്കൂക്ക് എന്ന് പറയുന്ന ഒരു പ്രവാചകൻ പ്രവചിക്കുന്ന ഒരു പ്രവചന ഭാഗമുണ്ട്. ആ പ്രവചനം കേട്ടോ, ദർശനത്തിന് ഒരവധി വെച്ചിരിക്കുന്നു. അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. ഒന്ന് വായിച്ചേ. ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു. ഹബക്കൂക്കിന്റെ പ്രവചനം 2-ാം അധ്യായം 3-ാം വാക്യം. ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു. ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു. അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടും. പ്രവാചകൻ പ്രവചിക്കുക, അത് ഇനിയും വെളിപ്പെടത്തില്ലെന്ന്, അതതിന്റെ പൂർത്തീകരണത്തിലേക്ക് ബന്ധപ്പെടുക. നിന്റെ വിടുതലിന്റെ വിഷയത്തിൽ ദൈവം ബന്ധപ്പെടുക. അടുത്തോട് വായിച്ചേ. സമയം തെറ്റുകയുമില്ല. എന്നിട്ട് പറയാ, സമയം തെറ്റത്തില്ല. സമയം തെറ്റത്തില്ല. അത് വൈകിയാലും അതിനായി കാത്തിരിക്കണോ. അതിനായി കാത്തിരിക്കാം. അത് വരും. അത് വരും. ഒന്നുകൂടെ പറഞ്ഞു, അത് വരും നിശ്ചയം. സിസ്റ്റർ ഇച്ചിരൂടെ ഇറക്കി, അത് വരും. അത് വരും നിശ്ചയം. ഏത് നീ കാത്തിരിക്കുന്ന വിഷയത്തിലെ മറുപടി വരും നിശ്ചയം. സ്തോത്രം, 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 സ്തോത്രം. ഞാനിപ്പോഴും ഓർക്കുകയാ. സ്തോത്രം. ഒരു മനുഷ്യന് ഒരു കമ്പനി നടത്തുകയാ. ആ കമ്പനി നടത്തുമ്പോൾ ആ കമ്പനിക്കെതിരെ ഒരു വലിയ കേസ് വന്നു. ആ കമ്പനി പൂട്ടിയിട്ടിരിക്കുക. ആ പുള്ളി ഭയങ്കര കടബാധ്യതയില. സ്തോത്രം. ലാസ്റ്റ് കോടതി ഇന്ന് പറയും കമ്പനി പുള്ളിക്കാരനാണോ അതോ എതിരാളിക്കാണോ. ഞാൻ ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കാൻ ചെന്നപ്പോ എന്നോട് ദൈവം പറഞ്ഞു, നീ അവനോട് പറ, നിനക്ക് വേണ്ടി എനിക്ക് പ്രവർത്തിക്കാതിരിക്കാൻ പറ്റത്തില്ലെന്ന് ഞാൻ പറയുന്നത് പറയാൻ പറഞ്ഞു. സ്തോത്രം. ഞാൻ ആ പുള്ളിക്കാരൻ്റെ കൈക്ക് പിടിച്ച് വെച്ച് പറഞ്ഞു, ബ്രദറെ, വക്കീൽ എന്തോ പറഞ്ഞു. വക്കീൽ പറഞ്ഞു നമ്മൾ തോക്കും. സ്തോത്രം. അങ്ങനെ അന്ന് വിധി എന്തുവാ? സ്തോത്രം. നീ പ്രതിയാന്ന് പറഞ്ഞ് നീ ജയിലിൽ പോവും. എതിരാളിക്കുള്ള വിധി അവന് കമ്പനി പതിപ്പിച്ചു കൊടുക്കും. ശ്രദ്ധിക്കണം. നിനക്ക് അടുത്ത കോർട്ട് വേണേ പോവാം. ഞാൻ പറഞ്ഞു, ദൈവം എന്നോട് പറഞ്ഞൊരു കാര്യം പറയട്ടെ. പുള്ളി പറഞ്ഞു, പറഞ്ഞാട്ടെ. ദൈവത്തിന് നിനക്ക് വേണ്ടി പ്രവർത്തിക്കാതെ ഇരിക്കാൻ കഴിയത്തില്ല. ഞാനിന്ന് ചില ഉള്ളങ്ങളിലോട്ട് കയറി ദൂത് പറയുക. നിന്റെ കാര്യം ഒരു സ്പെഷ്യൽ കേസാ. നിനക്ക് വേണ്ടി ദൈവത്തിന് ചെയ്യാതിരിക്കാൻ കഴിയത്തില്ല. ആരുടെയൊക്കെ ഹൃദയത്തെ ദൈവം വന്ന് മുട്ടുക. നീ ഒരു വ്യത്യസ്തനാണ്. നിന്റെ കാര്യത്തിൽ ദൈവം പ്രവർത്തിക്കാതിരിക്കത്തില്ല. ഞാൻ ആ പുള്ളിക്കാരനോട് അതൊക്കെ പറഞ്ഞ് കോർട്ടിൽ പോയി. പുള്ളി വൈകിട്ട് എന്നെ വിളിച്ചു. ഞാൻ ചോദിച്ചാ എന്നാ? ദൈവത്തിന് പ്രവർത്തിക്കാതിരിക്കാൻ പറ്റത്തില്ലെന്ന് ബ്രദർ പറഞ്ഞപ്പം സത്യത്തിൽ ഞാൻ ഓർത്തി, ബ്രദർ എന്താ പറയുന്നേ? വക്കീൽ പറഞ്ഞല്ലോ തോക്കുമെന്ന്, ഭാര്യ പറഞ്ഞല്ലോ നമുക്ക് ഒഴിഞ്ഞു കൊടുക്കാമെന്ന്, മക്കൾ പറഞ്ഞല്ലോ നമുക്ക് നോർത്തിൽ എവിടെയെങ്കിലും പോകാമെന്ന്. സ്തോത്രം. ഞാൻ ചോദിച്ചാൽ എന്ത് പറഞ്ഞു? എനിക്ക് അനുകൂലമായി വിധി കിട്ടി. ഞാൻ എന്തൊക്കെയോ വാദപ്രതിവാദം നടക്കുന്ന വിഷയത്തിലും ദൈവത്തിന് പ്രവർത്തിക്കാനുണ്ട്. കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം. ആരോടൊക്കെയോ ദൈവം സംസാരിക്കുക. നിന്റെ കാര്യത്തിൽ ദൈവം അടങ്ങിയിരിക്കത്തില്ല. നിന്റെ കാര്യത്തിൽ ദൈവം മൗനമായി ഇരിക്കത്തില്ല. നിന്റെ കാര്യത്തിൽ ദൈവം സൈലന്റ് ആകത്തില്ല. കാരണം നിന്റെ കാര്യത്തിൽ ദൈവം എഴുന്നേറ്റ് വരാൻ പോവുക. യേശുവിന്റെ നാമത്തിൽ എത്ര പേര് ആമീൻ പറയും? ഒരു ദിവസം നടന്ന എല്ലാ സംഭവങ്ങളും ഒരു മരുമോളി എന്ന അമ്മായിയമ്മയോട് വന്ന് പറഞ്ഞു. മരുമോയുടെ പേര് രൂത്ത്, അമ്മായിയമ്മയുടെ പേര് നവോമി. ചെന്ന് പറഞ്ഞു, സ്തോത്രം, എന്താ രാത്രി നടന്നതെന്ന് പറഞ്ഞു. ആമീൻ. അവളെ വിവരിക്കുക. ദൈവത്തിന് സ്തോത്രം. ഞാൻ രാത്രിയിൽ നല്ല ബോവസിന്റെ കാൽച്ചുവട്ടി ചെന്ന് കിടന്നുറങ്ങി. അർദ്ധരാത്രി ബോവസ് ഉണർന്നപ്പോൾ ഒരു സ്ത്രീ കാൽച്ചുവട്ടി കിടക്കുന്നു. ആരാന്ന് ചോദിച്ചപ്പം പറഞ്ഞു, ദൈവത്തിന് സ്തോത്രം, ഞാൻ രൂത്താ. എന്താ കാര്യം? നിന്റെ പുതപ്പെൻ്റെ മേൽ ഇടണം, എന്നെ നീ വീണ്ടെടുക്കണം. അവൻ പറഞ്ഞു, പറ്റത്തില്ല, പെട്ടെന്ന് കളത്തിൽ നിന്ന് പോകണം. പോകുന്നതിന് മുമ്പ് നിന്റെ ഷാള് പിടിക്ക്. അതിനകത്തോട്ട് യവം അളന്നു കൊടുത്തു. ആ അളന്നു കൊടുത്തതും തോളെ ചുമന്നുകൊണ്ട് അവൾ വീട്ടിൽ പോവുക. അമ്മായിയമ്മോട് നടന്നതെല്ലാം വിവരിച്ചപ്പോൾ അമ്മായിയമ്മ പറഞ്ഞു, നീ സുഖമായിട്ട് പോയി കിടന്നുറങ്ങിക്കൂ. എന്നാ? നിന്റെ കാര്യം ചെയ്യുവോളം
അവൻ അടങ്ങിയിരിക്കത്തില്ല. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം, നിന്റെ ഫയല് ദൈവത്തിൻ്റെ മേശപ്പുറത്ത് വന്നിട്ടുണ്ട്. നിന്റെ കാര്യം ചെയ്യുവോളം, നിന്റെ കുഞ്ഞിൻ്റെ യേശുവിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ വായായി, ദൈവത്തിൻ്റെ ദൂതായി, ദൈവത്തിൻ്റെ വചനമായി നിന്നോട് പരിശുദ്ധാത്മാവ് പറയുക, നിന്റെ കാര്യം ചെയ്തു തീർക്കുവോളം. വിശ്വാസമുള്ളവരെ സ്തോത്രം ചെയ്യാവോ? ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ശ്രദ്ധിച്ച് കേൾക്കണം. പ്രാർത്ഥിക്കുന്ന ചിലരോട് ഞാൻ ദൈവത്തിൻ്റെ ദൂത് പറയുക. ഇന്ന് പ്രാർത്ഥിച്ചോണ്ടിരുന്നു, നിന്റെ ഫയല് ദൈവം എടുക്കും. എത്ര പേരാമയും പറയും? വർഷങ്ങൾ കുഞ്ഞുങ്ങളില്ലാത്ത അബ്രഹാമും സാറയും ജീസസ് ആമി ഒരു വിരുന്ന് നടത്തി അന്ന് അവരുടെ ഫയൽ എടുത്ത പോലെ ഈ ഫാസ്റ്റിങ്ങിനകത്ത് ആമി ചിലരുടെ ഫയൽ ദൈവം എടുക്കുക. എത്ര പേരാമയും പറയും? ഇന്ന് പിടിക്കുന്ന ചിലരോടൊക്കെ പരിശുദ്ധാത്മാവ് പറയുക, നീ ഒരു വ്യത്യസ്തനായി മാറണം. എങ്ങനെ വ്യത്യസ്തനായി മാറും? നീ ദൈവത്തിന് പ്രിയനാകണം. നിന്റെ വീട്ടിൽ എന്ത് സംഭവിച്ച നല്ല വിഷയം നിന്റെ വീടിനകത്ത് മറ്റൊരു വീട്ടിലും നടക്കാത്ത ഒരു ദൈവപ്രവൃത്തി നടക്കുക. നിന്റെ കുടുംബത്തിനകത്ത് മറ്റൊരു വീട്ടിലും നടക്കാത്ത ഒരു ദൈവപ്രവൃത്തി നടക്കുക. ജീസസ്. ചിലരുടെ അകത്ത് വിശ്വാസം വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ചിലരോടൊക്കെ ആത്മനിയോഗത്തോടെ പറയാം, ഈ 2023 തീരുന്നതിന് മുമ്പ് നിന്റെ വീട്ടിനകത്ത് ചിലത് സമാപ്തിയിലേക്ക് കൊണ്ടെത്തിക്കാൻ ആത്മാവ് ബന്ധപ്പെട്ട് ചിലതിൻ്റെ വേഗത വർദ്ധിക്കാൻ പോവുക. ചില വിടുതലിൻ്റെ വേഗത വർദ്ധിക്കാൻ പോവുക. ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു അത്ഭുതം യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചില ഹൃദയങ്ങൾക്കകത്ത് ദൈവത്തിൻ്റെ ആത്മാവ് പറയുക, നിനക്ക് വേണ്ടി ഞാൻ പ്രവർത്തിക്കും. രണ്ട് സ്ത്രീകൾ കുമ്പിട്ട് കരയുക. ഒരുത്തിയുടെ പേര് മാർത്ത, മറ്റവരുടെ പേര് മറിയ. തമ്മി കണ്ണ് കാണിക്കുക. നാട്ടുകാരി ചോദിച്ചു, നിന്റെ യേശു എവിടെ? വീട്ടുകാരി ചോദിച്ചു, നിന്റെ യേശു എവിടെ? ദൈവത്തിന് സ്തോത്രം. മറിയ മിണ്ടുന്നില്ല. മാർത്ത പക്ഷെ ഇടയ്ക്കിടയ്ക്ക് മിണ്ടുന്നുണ്ട്. അവൻ വരുമായിരിക്കും ചിലപ്പം, ഇപ്പം വരാൻ സാധ്യതയുണ്ട്. അല്ല, മറിയ എന്തോ പ്രതീക്ഷിച്ചിരിക്കുക. ഇനിയും പ്രതീക്ഷിക്കേണ്ട മറിയെ ദൈവത്തിന് സ്തോത്രം മരിച്ചു, നാറ്റം വെച്ചു, 4 ദിവസമായി. ഞാനൊരു ദൂത് നിന്നോട് പറയാം, നിന്റെ കാര്യത്തിൽ ദൈവത്തിന് അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. അതാ ഇന്നത്തെ ദൂത്. നിനക്ക് വിശ്വാസമുണ്ട്, ഒരു വീട്ടിലും നടക്കാത്ത ചില ദൈവപ്രവൃത്തി എൻ്റെ വീട്ടിൽ നടക്കണം. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ആരുടെയും ജീവിതത്തിൽ നടക്കാത്ത ഒരു അത്ഭുതം എൻ്റെ ജീവിതത്തിൽ നടക്കണം. ആരുടെയും കുടുംബത്തിനകത്തില്ലാത്ത ഒരു ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനൊരു ശബ്ദം ദൈവത്തിൽ നിന്ന് കേൾക്കുന്നു. ഞാൻ ചില വീടുകളിലേക്ക് എൻ്റെ പ്രവൃത്തിയെ അഴിച്ചുവിടാൻ പോവാ. തള്ളി നിന്ന് കെട്ടി നിർത്തിയ വെള്ളം തള്ളിപ്പോരുന്ന പോലെ നിന്റെ കൂടാരത്തിനകത്ത് ആർക്കും തടയാൻ പറ്റാത്ത ദൈവപ്രവൃത്തിയെ യേശു അഴിച്ചുവിടുക. യേശുവിൻ്റെ നാമത്തിൽ. യേശുവിന് ചില പാരമ്പര്യത്തെ പൊട്ടിച്ച്, ചില ശാപങ്ങളെ അഴിച്ച്, ചില ബന്ധനങ്ങളെ പൊട്ടിച്ചോണ്ട് നിന്റെ വീട്ടിലോട്ട്. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഓക്കെ, നിങ്ങളെല്ലാം ഈശ്വരുടെ കർത്താവിനോട് അടുത്തിരുന്നേ. ജീസസ് എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുക, മറ്റുള്ള ഭവനങ്ങളിൽ വെച്ച് നിന്റെ ഭവനം ദൈവം എടുത്തു കാണിക്കാൻ പോവാ. മലമേലിരിക്കുന്ന പട്ടണം മറിഞ്ഞിരിക്കാൻ പാടില്ല. എത്ര പേരാമയും പറയും? എത്ര പേരാമയും പറയും? ഒരു വീട്ടിൽ നടക്കാത്തത് നിന്റെ വീട്ടിൽ നടന്നു. ഒരു വീട്ടിൽ നടക്കാത്ത അത്ഭുതം നിന്റെ വീട്ടിൽ നടക്കും. യേശു, ഇത്രയും കരഞ്ഞൊരു വിഷയം വേറെയില്ല. ഇത്രയും നീ സന്തോഷിക്കുന്നൊരു വിഷയം വേറെയില്ല. നിന്റെ കാര്യത്തിൽ ഇറങ്ങാൻ പോകുന്നത് യേശുവാണ്. നിങ്ങളുടെ മനസ്സിനകത്ത് നിങ്ങൾക്ക് ബോധ്യം വരുന്നുണ്ടോ? നിങ്ങൾ ബന്ധനത്തിലല്ല, ഒരു കാത്തിരിപ്പിൻ്റെ മറുപടിയുടെ കവാടത്തിലാണ്. ഹല്ലേലൂയ. ഞാനൊരു വെളിപ്പാട് കാണുക. ഒരു പാത്രത്തിനകത്ത് അടുപ്പത്ത് വെള്ളം വെച്ചാൽ വെള്ളം ഇങ്ങനെ തിളയ്ക്കും, കുതുകുത തിളയ്ക്കും. അതിനർത്ഥം എന്തുവാ? ഇനിയും നീ ചൂട് കൂട്ടിയാൽ തിളച്ചു വെളിച്ചാടും. ഇതുപോലെ ചില ഹൃദയങ്ങൾക്കകത്ത് തുളുമ്പി എത്ര പേരതിന് ആമീൻ പറയും? എത്ര പേരതിന് ആമീൻ പറയും? ദൈവത്തിന് സ്തോത്രം. ശ്രദ്ധിച്ചേ, മറിയ എന്തോ പ്രതീക്ഷിക്കുന്നു. കാത്തിരിക്കുക അവള്. എൻ്റെ കുടുംബത്തിൽ എന്തോ ഒരു ദൈവപ്രവൃത്തി.
ഞാൻ ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം. ജീസസ് ശത്രു മായിച്ചു കളഞ്ഞതൊക്കെ ദൈവം നിന്റെ വീട്ടിൽ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ പോവാ.